ഫതഹന്നാ പറയേണ്ടത്, പക്ഷെ അവിടെ താവ് പറയാൻ പാടില്ല. ഗ്രാമറുമായി നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത്ര മനസ്സിലാക്കുക. അപ്പം മിൻഹാ സൗജഹ, അതിൽ നിന്നും അതിൻ്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു, അതിൽ നിന്നും അതിൻ്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു. വ അൻസല, അല്ല, ഈ നഫ്സ്, ഒരു നഫ്സിൽ നിന്ന് നിങ്ങളെ പടച്ചു, പിന്നീട് അവൻ അതിൻ്റെ ഇണയെ അതിൽ നിന്നുണ്ടാക്കി. ആ ആ ആ ഹാ എന്നുള്ള നഫ്സിലേക്കാണ്. അതെ, അതുകൊണ്ടാണ് സ്ത്രീലിംഗാണ്. അത് ഇവിടെ നഫ്സ് സ്ത്രീലിംഗായതുകൊണ്ടാണ് വാഹിദത്ത് വന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്തേ പറയുള്ളൂ, ഹൂന്നേ പറയുള്ളൂ. ഈ ഹാ എന്ന് പറയാൻ കാരണം നഫ്സും വാഹിദ സ്ത്രീലിംഗായതുകൊണ്ടാണ്. ശരി. വ അൻസല, അവൻ ഇറക്കി, ലക്കും നിങ്ങൾക്ക്, മിനൽ അൻആമി കാലികളിൽ നിന്ന്, മിനൽ അൻആമി കാലികളിൽ നിന്ന്, കാലികൾ. നഅമ്, നഅമുൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അൻആം ട്ടാ. നഅമ് എന്ന വാക്ക് ഖുർആനിൽ ഒറ്റ വട്ടേ വന്നിട്ടുള്ളൂ. നഅമ്, അൻആം 32 വട്ടം വന്നിട്ടുണ്ട് ഖുർആനിൽ. അൻആം എന്ന വാക്ക് ഖുർആനിൽ 32 തവണ വന്നിട്ടുണ്ട്. അതിൻ്റെ ഏകവചനം നഅമാണ്. നഅമ് എന്ന വാക്ക് ഒരൊറ്റ തവണ വന്നിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നഅമ് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അൻആം. നഅമുൻ ബഹുവചനമാണ് അൻആം. നഅമു എന്ന് ഈ അൻആമിൻ്റെ ഏകവചനമായി മുഫ്രദായിട്ട് ഒരൊറ്റ സ്ഥലത്തേ വന്നിട്ടുള്ളൂ. ഖതല മിനൻ നഅമി എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. നഅമ്, അൻആം കാലികൾ. അപ്പം കാലികളിൽ നിന്നും നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നു സമാനിയത്ത് അസുവാജ്, 8 ഇണകളെ. സമാനിയത്ത് 8 അറിയില്ലേ? 10 വരെ എണ്ണ അറിയാം അറബിയിൽ, ഞങ്ങൾ പഠിക്കണം. എന്താണ്? ഇസ്നാനി, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബഅത്തുൻ, സമാനിയത്തുൻ, തിസ്അത്തുൻ, അശറത്തുൻ. അയ്യോ, അപ്പം സമാനിയത്ത്, സമാനിയത്ത് എന്ന് പറഞ്ഞാൽ 8. സൗജിൻ്റെ ജമ്മാണെന്ത്? അസുവാജ്. അപ്പം കാലികളിൽ നിന്ന് 8 ഇണകളെ നിങ്ങൾക്കവൻ ഇറക്കിത്തരികയും ചെയ്തു. ആ 8 ഇണകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് പറയാം. അത് ഖുർആനിൽ തന്നെ വേറെ വിശദീകരിക്കുന്നുണ്ട്. ഈ അൻആം 32 സ്ഥലത്ത് പറഞ്ഞു. ആ 32 സ്ഥലത്തും അൻആം കാലികൾ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളുണ്ട്. ഇബറത്ത് എന്ന ഖുർആനിൽ വിശദീകരിച്ചത്. അതെന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ വിശദീകരിക്കാനുണ്ട്. അപ്പം അർത്ഥം കൂടി പറയാം. ഖലഖക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരു ആത്മാവിൽ നിന്ന്. എന്താണ്? ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദം നബിയിൽ നിന്നാണ് മനുഷ്യ പരമ്പര മുഴുവനും വന്നത്. വസമിൻഹുമാ റിജാലൻ കസീറൻ വനിസാൻ. ശരി. സുമ്മ, പിന്നീട് ജഅല, അവൻ ഉണ്ടാക്കി. ജഅല, ഉണ്ടാക്കി. മിൻഹ, അതിൽ നിന്നും. മിൻഹ, അതിൽ നിന്നും. സൗജഹ, അതിൻ്റെ ഇണയെ. അതിൽ നിന്നും അതിൻ്റെ ഇണയെ അവൻ ഉണ്ടാക്കി. വ അൻസല, അൻസല ഇറക്കി. വ അൻസല ഇറക്കുകയും ചെയ്തു. ഇറക്കുകയും, ആ വാവ് അതിനു വേണ്ടി അത്ഫായിട്ടാണ്. വ അൻസല അവൻ ഇറക്കുകയും ചെയ്തു. ലക്കും, നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഇറക്കി തന്നു. മിനൽ അൻആമി കാലികളിൽ നിന്ന്. സമാനിയത്ത് അസുവാജിൻ 8 ഇണകളെ. അപ്പോൾ വാക്കിൻ്റെ അർത്ഥങ്ങളൊന്നും വേഗം എഴുതിക്കോളും. ആയത്ത് നിങ്ങൾ എഴുതണമെന്നില്ല. ആയത്ത് പിന്നീട് നിങ്ങൾ സാവകാശം പകർത്തി എഴുതിയാൽ മതി. ആ പദങ്ങൾ എഴുതിക്കോളൂ. ഒന്ന് ഹലക്ക, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുതാം. ഹലക്ക സൃഷ്ടിച്ചു. കും നിങ്ങളെ. ആ കും എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൻതും എന്ന് എഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കും എന്ന് എഴുതി വെക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നഫ്സും വാഹിദ അറിയല്ലോ. നഫ്സ് ആത്മാവ്, വാഹിദ 1. ജഅല, സുമ്മ പിന്നീട്. തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാ പറഞ്ഞു കേട്ടോ. സുമ്മ പിന്നീട്. ജഅല ഉണ്ടാക്കി. മിൻഹ അതിൽ നിന്ന്. സൗജഹ അതിൻ്റെ ഇണയെ. ഓരോ വാക്കിൻ്റെ അർത്ഥം എഴുതുന്ന ആൾക്കാർ അങ്ങനെ എഴുതാം.
അൻസല ഇറക്കി. അൻആം നഅമുൻ ജംഅ അൻആം ട്ടാ എഴുതിക്കോളൂ. ആ ജല ആക്കി ഉണ്ടാക്കിയൊക്കെ പറയാം. അസുവാജി എന്ന വാക്ക് അസുവാജ് എന്ന വാക്ക് ഖുർആനിൽ 52 സ്ഥലത്താണ് വന്നിട്ടാ. 52 സ്ഥലം അസുവാജ്. സൗജൈനി എന്ന് 6 സ്ഥലത്ത്. സൗജൈൻ ദിവചനായിട്ട് സൗജൈൻ എന്ന് 6 സ്ഥലത്ത് വന്നു. ഇതിലൊക്കെ പാഠങ്ങൾ പഠിക്കാനിട്ടാണ്. സൗജാനി എന്ന ഒരു സ്ഥലത്ത്. സൗജാനി അത് ദിവചനാണ്. അതായത് പിന്നെ നമ്മൾ കലമാനി എന്നും പറയും, കലമൈനി എന്നും പറയും. മുസന്നക്ക് അലിഫ് കൊണ്ടും പറയും, യാവ് കൊണ്ടും പറയും. അത് മുസന്ന റഫ് ആണെങ്കിൽ അലിഫ് കൊണ്ട് പറയണം, നസ്ബ് ജെറാണെങ്കിൽ യാവ് കൊണ്ട് പറയണം. മുസന്നയുടെ ദിവചനത്തിൻ്റെ നിയമമാണത്. അപ്പോൾ കലമാനി എന്ന് പറയും, കലമൈനി എന്ന് പറയും, റജുലാനി എന്ന് പറയും, റജുലൈനി എന്നും പറയും. അപ്പോൾ സൗജാനി എന്ന് ഒറ്റ സ്ഥലത്തേ വന്നിട്ടുള്ളൂ. സൗജാനി. സൗജൈനി എന്ന ദിവചന രൂപം 6 സ്ഥലത്ത് വന്നു. ഏ 6 സ്ഥലം. എങ്ങനെ സൗജാനി എന്ന് പറയുമ്പോൾ അലിഫിട്ടിട്ട് സൗജാനി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഒരു ഫായിലിൻ്റെ സ്ഥാനത്ത്, അതായത് ഒരു ക്രിയ പറഞ്ഞു. ഇപ്പം റഅ റജുലുൻ ഒരാൾ കണ്ടു. റഅ ഫിഇലാണ്, റജുലു ഫായിലാണ്. കണ്ട ആൾ റജുല്. ആ റജുല് മുസന്ന ആക്കുകയാണെങ്കിൽ റജുലാനി പറയണം. കാരണം റജുലുൻ എന്നത് ഫായിലിൻ്റെ സ്ഥാനമാണ്, ഫായിൽ റഫിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അത് മുസന്നയായി വരുമ്പം അലിഫുണ്ട് പറയണം. ഇനി റഅ മുഹമ്മദുൻ റജുലൻ, അവിടെ റജുലാനി ആണെങ്കിൽ റജുലൈനി പറയണം. മഫ്ഊലാകുമ്പോൾ യാവുണ്ട്. ഇനിയിപ്പം പിന്നെ വേറെ ഒരു നസ്ബിൻ്റെ ജെറിൻ്റെ സ്ഥാനം കെസ്ർ ഫീ വരികയാണെങ്കിൽ ഫീ കിതാബാനി പറയില്ല, ഫീ കിതാബൈനി എന്നേ പറയുള്ളൂ. അപ്പം ജറാണെങ്കിലും നസ്ബാണെങ്കിലും യാവുണ്ട്, പിന്നെ റഫ് ആണെങ്കിൽ അതാണ് അങ്ങനെ വരാനുള്ള കാരണം. അതാണ്. പിന്നെ സൗജി എന്ന് പറഞ്ഞ വാക്ക് വന്നത് അത് പറഞ്ഞോ, സ്ഥലം പറഞ്ഞോ, എത്ര വട്ടം എന്ന് പറഞ്ഞോ? സൗജ് ഏകവചനം പറഞ്ഞോ? ഇല്ല. സ്ഥലം 17 സ്ഥലത്ത് സൗജ് വന്നു കേട്ടോ. സൗജ് എന്നുള്ള ഏകവചനം. സൗജാനി എന്ന ഒരു സ്ഥലത്തും സൗജൈനി എന്ന 6 സ്ഥലത്തും അസുവാജി എന്ന എത്ര സ്ഥലം? 52 സ്ഥലം. അപ്പം ടോട്ടൽ എത്രയായി? എങ്ങനെ? 76. അപ്പോൾ ഈ 76 സ്ഥലത്ത് സൗജ് അസുവാജ് പറഞ്ഞതുകൊണ്ട്
അള്ളാഹു തആല ലക്ഷ്യം വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് പിന്നെ ഈ സൗജൈനി ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, വേറെ തന്നെ പറഞ്ഞു ആണും പെണ്ണും. അപ്പോൾ ഈ ഹുൻസ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അതൊരു വലിയ ചർച്ച എന്നൊരു കാലഘട്ടമാണ്. ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, ആണും പെണ്ണും. അപ്പം അത് എന്തുകൊണ്ട് ഖുർആനിൽ പരാമർശമില്ല? എന്തുകൊണ്ടല്ലാത്തത്? അത് പ്രകൃതിപരമായി ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കപ്പെടും. ഒന്നുകിൽ ആ പിന്നെ ആണായിരിക്കും ആ പെണ്ണിൻ്റെ പ്രകൃതം. അതായത് അള്ളാഹു കൊടുത്ത ലൈംഗിക അവയവം എന്താണോ ആ ലൈംഗിക അവയവവുമായി ബന്ധപ്പെട്ട് അവൾ ആണാണോ പെണ്ണാണോ ഇത് തീരുമാനിക്കണം. മനസ്സിലാണ്ടല്ലോ പറഞ്ഞേ? ലൈംഗിക അവയവം ഇല്ലാതെ പടക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ലൈംഗിക അവയവം ഇല്ലാതെ പടക്കപ്പെടുന്ന ഒരു സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിക്ക് പിന്നീട് നമ്മൾ സാധാരണ കയ്യും കാലും കണ്ണും മൂക്കൊന്നും ഇല്ലാതെ, കണ്ണ് കാണാതെ കയ്യും കാലൊന്നും ഇല്ലാതെ ജനിക്കുന്നൊരു സൃഷ്ടി പോലെ തന്നെ. അപ്പം ആ ശരീരത്തിന് എന്താണോ ഏത് അവയവമാണോ വേണ്ടത് ആ അവയവമായിരിക്കണം മറ്റേ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ണ്, ഇപ്പോൾ ഒരു അവയവം ഇല്ലാതെ ജനിക്കുന്ന ഒരാൾക്ക്, കൈയില്ലാതെ ജനിക്കുന്ന ഒരാൾക്ക് കൈ ഫിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവം ഇല്ലാതെ ജനിക്കുന്ന, ഇപ്പോൾ കാതില്ലാതെ കാല് പറ്റില്ലാതെ ജനിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ മുച്ചിറിയായിട്ട് ജനിക്കുക, അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അത് അടച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പ്രകൃതി എന്താണോ ആ പ്രകൃതിക്കനുസരിച്ചിട്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു അടയാളം അല്ലാഹു തആല ബാക്കി വെക്കാതിരിക്കൂല. ഒന്നുകിൽ ഗർഭപാത്രമുണ്ട് വിചാരിക്കുക, ഗർഭപാത്രമുണ്ടെങ്കിൽ അത് ആരായിരിക്കണം? ലൈംഗിക അവയവമില്ലെങ്കിൽ കൂടി അത് പെണ്ണായിരിക്കണം. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഏതെങ്കിലും ഒരു പ്രകൃതിയിലേക്ക് ചേർക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ആണും പെണ്ണുമല്ലാത്ത ഈ വിഭാഗത്തെ, അത് ആണും പെണ്ണുമല്ല എന്ന് പറഞ്ഞത് പിന്നെ അവരുടെ പ്രകൃതിയും അവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ആണിൻ്റെ ലൈംഗിക അവയവമുള്ളൊരു ഒരു പെണ്ണിനെ പോലെ നടക്കുന്നത് അള്ളാഹുവിൻ്റെ തരക്കടല്ല, പിന്നെന്താണ്? സെറ്റിപ്പിൽ വന്ന കുഴപ്പമല്ല. അത് ആ പെണ്ണ് വളർന്നു വരുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റുപാടുകളോ ഒക്കെ ആയിരിക്കാം ആ ഒരു പെണ്ണിനെ ആണ് പോലെ നടക്കാനും ആണിനെ പെണ്ണ് പോലെ നടക്കാനും പ്രേരിപ്പിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ദക്കറു ഉൻസ എന്ന ഇണകളെയാണ് ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്, ആ രണ്ട് വിഭാഗത്തെ പറയാനുള്ള കാരണം അതാണ്. ഇനി അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഒന്നുകിൽ ആണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും. അത് ലൈംഗിക അവയവുമായി ബന്ധപ്പെട്ട്. ഇനി ലൈംഗിക അവയവം ഇല്ലെങ്കിൽ എന്തായിരിക്കണം? അതിന് എന്താ ആ ഒരു പുറത്തേക്കുള്ള കാണുന്ന ലൈംഗിക അവയവം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഓപ്പറേഷൻ കൊണ്ട് ചിലപ്പോൾ എന്താക്കാൻ പറ്റും? ലൈംഗിക അവയവമാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത്രയും നിർവാഹമുള്ളൂ. അതല്ലാതെ വേറെ അത് മറ്റുള്ള അവയവങ്ങളിൽ വരുന്ന ന്യൂനതകൾ പോലെ അല്ലാണ്ട് പരീക്ഷണം പോലെ എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ചില അടയാളങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഗർഭപാത്രം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരിക്കലും ആണാവില്ല. അങ്ങനെയാണ്. ഹിസാബ് ആണിനോടുള്ള ഹിസാബ് പെണ്ണിനോടുള്ള ഹിസാബ് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഒരു ആണിൻ്റെ പ്രകൃതി ഉള്ള ഒരു ആൾ പെണ്ണായിട്ട് നടന്നാൽ അതിനെന്താ ഇസ്ലാമിൻ്റെ വിധി? ആണ് പെണ്ണിൻ്റെ കോലം കെട്ടലും പെണ്ണാണിൻ്റെ കോലം കെട്ടലും. അതാണ് എൻ്റെ വിധി. ഇത്രയേ ഉള്ളൂ. ശരി, ഇനി ഇതിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ നിന്നാൽ ഒരുപാട് വിശദീകരിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. അല്ലാഹു തആല ഇണകളാക്കി സൃഷ്ടിച്ചു. ഖലഖ ദക്കറ വൽ ഉൻസ എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഖുർആനിലെ കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതവും മരണവും അല്ലാഹു തആല സൃഷ്ടിച്ചു. ഇതേപോലെ അല്ലാഹു ഇണകളാക്കി സൃഷ്ടിച്ചു. ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല എന്താക്കി സൃഷ്ടിച്ചത്? ഖലഖൽ അസ്വാജ കുല്ലഹ. എല്ലാ വസ്തുക്കളും അസ്വാജായിട്ടാണ് സൃഷ്ടിച്ചത്, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. മിമ്മാ തുംബിത്തുൽ അർളു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും, വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് വസ്തുക്കളിൽ നിന്നും. നമുക്ക് പ്രത്യക്ഷമായി അറിയാത്ത വസ്തുക്കൾ വരെ എല്ലാം ഇണകളെ. അഷ്ഫഇ വൽ വത്ർ. ഷഫ്ഇ എന്ന് പറഞ്ഞാൽ ഇരട്ടയാണ്, വത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. ഷഫ്ഇ എന്ന് പറഞ്ഞാൽ എല്ലാ മഖ്ലൂഖാത്തുകളിലും പെടും, സൃഷ്ടിജാലങ്ങൾ. വത്ർ ആര് മാത്രം? അള്ളാഹു മാത്രം. ഇണകളില്ലാത്ത ഒരു ജീവി
മനസ്സിലേ? ഇണകളില്ലാത്ത, അത് ഭൂമിയിൽ ഉള്ള അള്ളാഹുവിൻ്റെ സംവിധാനത്തിലെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ ഇണകളില്ലാത്ത ജീവി ഏത് മാത്രമേ ഉള്ളൂ? അല്ല, എല്ലാ വസ്തുക്കളും ഇണകളുണ്ട്. ആര് മാത്രമേ ഇണയില്ലാത്തുള്ളൂ? അള്ളാഹു തല മാത്രമേ ഇണയില്ലാത്തുള്ളൂ. ബാക്കി എല്ലാ വസ്തുക്കളെയും അള്ളാഹു തല എങ്ങനെ സൃഷ്ടിച്ചു? ഇണകളാക്കി സൃഷ്ടിച്ചു. ശരി. മലക്കുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളില്ല. മാലാക്ക എന്ന് പറയില്ല, മലക്കുകൾ. അത് പിന്നെ ഖുർആനിൽ പ്രയോഗിച്ച പ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയായിട്ട് ഒരു മലക്കിനെ സംബന്ധിച്ച് പറയണില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതത്രയേ ഉള്ളൂ. നമുക്ക് ഖുർആൻ പറഞ്ഞെടുത്ത് നിൽക്കല്ലാതെ വേറെ ആ വിഷയത്തിൽ വേറെ നിർവാഹമൊന്നുമില്ല. ശരി. എന്നാൽ ജിന്നിൻ്റെ കൂട്ടത്തിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി. പിന്നെ ഇനി അതിൽ നിന്ന് രണ്ടാമത്തെ പാഠം, സൗജാക്കി അസ്വാജികളാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിലുള്ള പാഠം, ആണും പെണ്ണുമായി മനുഷ്യവർഗത്തെ ഭൂമിയിൽ വ്യാപിക്കാൻ വേണ്ടിയാണ് എന്താക്കിയത്? ഇണകളാക്കി പടച്ചത്. അപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു പ്രളയം ഉണ്ടായി. അപ്പോൾ അള്ളാഹു തആല കപ്പലിൽ കയറ്റാൻ വേണ്ടി പറഞ്ഞത് എന്തിനൊക്കെ കയറ്റാനാണ് പറഞ്ഞത്? എല്ലാത്തരം ജീവജാലങ്ങളിൽ നിന്നും ഇണകളെ, 2 ജോഡി ഇണകളെ, സൗജൈനി സിനൈനി, 2 ജോഡി ഇണകളിൽ നിന്ന് എത്ര ജോഡി വേണം? 2 ജോഡി. ഒരു ആണ് പെണ്ണ് ഇണല്ല, ഒരു ആണ് പെണ്ണ്, അങ്ങനെ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. അത് കയറ്റാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പ്രളയം ഉണ്ടായി. അന്ന് ഭൂമിയിൽ മൊത്തം ഉണ്ടായിട്ടുണ്ടോ? ഒന്നായിട്ട് ആ പ്രളയം ഭൂമി മൊത്തം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഉണ്ടായിട്ടുള്ളൂ. കാരണം അന്ന് മനുഷ്യന്മാരവിടെ ഉള്ളൂ. മനുഷ്യന്മാരവിടെ ഉള്ളൂ. മനുഷ്യന്മാർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് ആദനബിക്ക് ശേഷം. ആദനബിനെ പടക്കുമ്പോൾ ഭൂമിയിൽ വേറെ മനുഷ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. ആദനബി മാത്രമല്ലേ? അല്ലേ? ആദനബിക്ക് മക്കളായി ഇങ്ങനെ വളർന്ന് വന്ന് എവിടെ മാത്രമേ ഉള്ളൂ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേർഷ്യൻ ഇറാഖിൻ്റെ ആ ഭാഗത്തായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ജൂതി പർവ്വതത്തിലാണ് ഇപ്പോൾ ആ കപ്പലുള്ളത്. ഇപ്പോഴും ഉണ്ട്. ഇസ്തവത്താലിൽ ജൂതി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഉയർന്ന് പൊന്തി ചെന്നിട്ട് ആ മലയുടെ ഏറ്റവും മുകൾ ജൂതി പർവ്വതത്തിൻ്റെ മേലെ അത് നിന്നെന്നാണ് പറഞ്ഞത്. അതിപ്പോഴും കാണാൻ പറ്റും. ആ ജൂതി പർവ്വതത്തിൻ്റെ അറാറത്ത് പ്രദേശങ്ങളിൽ, മലപ്രദേശങ്ങളിൽ ഏറ്റവും മേൽഭാഗത്തായിട്ടാണ് ആ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. സഹോദരൻ, കേസിലൊക്കെ നിങ്ങൾ ദൂരത്തുനിന്നൊരു സൈറ്റ് ഇങ്ങനെ കാണിക്കണം. ഇപ്പോൾ കാണാനൊന്നും പോകാനൊന്നും പറ്റില്ല. കാണുന്ന കയ്യിൽ ഒരുപാട് ദൂരം കയറി ഒരുപാട് പ്രയാസങ്ങളുടെ ആ ഭാഗത്തേക്ക് എത്താൻ അവിടേക്ക് എത്തിയതാണ്. അപ്പം അന്ന് ആരേ ഉള്ളൂ? നൂഹ് നബിൻ്റെ ആ കാലഘട്ടത്തിൽ അവിടെ മാത്രമേ ജനവാസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കണ്ടേ? ജനവാസം അന്ന് പുറത്തുകൊന്നൊന്നുമില്ല, ജനവാസമില്ല. അങ്ങനെ അള്ളാഹു തആല അൻസിൽനി മുൻസല മുബാറക്കെന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു തആല ഇറക്കി. 80 ആളാണ് നൂഹ് നബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 80 ആൾ. ബാക്കി എല്ലാവരും നശിച്ചു. ഈ ഇണകളൊക്കെ കപ്പലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ മനുഷ്യവർഗം സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് മക്കളായി. പിന്നെ വരുന്ന സമൂഹം ഏതാ? നൂഹ് നബിന് ശേഷം വരുന്ന കൗമി നൂഹിൻ ആദ് സമൂഹമാണ്. ആദ് സമൂഹം ഹൂദ് നബിയാണ് പിന്നെ വരുന്നത്. അവരെവിടെ ഉണ്ടായിരുന്നത്? യമനിലാണ്. യമനിൽ അഹ്കാഫിലാണ് അവർ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ എങ്ങോട്ട് മാറി? ജനങ്ങളിങ്ങനെ പെരുകിയിട്ട് പിന്നീട് ഉണ്ടായ ഒരു സമൂഹത്തിൽ അത് നൂഹ് നബിൻ്റെ പ്രാർത്ഥന എല്ലാ നിലക്കും പഠിച്ചും സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. റബ്ബി അൻസിലി മുൻസില മുബാറക്കൻ. അതായത് നൂഹ് നബിൻ്റെ ആ സമൂഹത്തെ നശിപ്പിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടായ നൂഹിന് ആ 80 ആളുകൾക്കുണ്ടായ മക്കളൊക്കെ ഭയങ്കര മക്കളായിരുന്നു. ഭയങ്കര മക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഒരു രാജ്യത്തും പഠിച്ചോ പിന്നെ അങ്ങനെ ഒരു വിഭാഗത്തെ പഠിച്ചിട്ടില്ല. അതായത് ഈ ബിൽഡിംഗ് ഒന്നും മതിയാവില്ല അവർക്ക്. അത്രയും ഹൈറ്റായിരുന്നു, അത്രയും തടിയായിരുന്നു. അവരെ വീടുകൾ വലിയ മലകൾ തുറന്നിട്ടാണ് അവരെന്തുണ്ടാക്കിയത്? വീടുകൾ ഉണ്ടാക്കിയത്. ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു ഈ പ്രളയത്തിന് ശേഷം പിന്നീട് വളർന്നു വന്ന സമൂഹം. ഒരുപാട് ഭൗതികമായ കപ്പലിൽ കയറ്റി എല്ലാത്തരം ഇണകളിൽ നിന്നും വമ്പിച്ച ബർക്കത്ത പടച്ചം കൊടുത്തത്. കാലി സമ്പത്തൊക്കെ ഉണ്ട് പെറ്റി പെരുകി. അവർ കൊണ്ടുപോയ ചെടികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുഴുവനായിട്ടും അതിനെ പൂർണ്ണമായും വളർന്ന് ഫലം കായ്കൾ കൊടുക്കാൻ തുടങ്ങി. ആ പ്രളയത്തിലൂടെ ഉണ്ടായിട്ടുള്ള നദികളൊക്കെ നല്ല ജലസമൃദ്ധമായ നദികളുണ്ടായി. അങ്ങനെ എല്ലാം കൊണ്ട്, സമ്പത്ത് കൊണ്ടും
പിന്നെ മറ്റുള്ള കായികനികൾ കൊണ്ടൊക്കെ അനുഗ്രഹീതമായൊരു സമൂഹമായിരുന്നു ആര്? ആദ്യ സമൂഹത്തിൻ്റെത്. പക്ഷേ അവരും പിൽക്കാലത്ത് എന്തായി? കുറച്ചാണ് കഴിഞ്ഞപ്പം പടച്ചോനെ ധിക്കരിച്ചു, പടച്ചോൻ പണി കൊടുത്തു. അതല്ലേ ഹൂദ് നബി ആദിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് നബിയാണ്. ഹൂദ് നബി പറഞ്ഞവർ കേട്ടില്ല. അപ്പം സറസറേ എന്ന കാറ്റ്, സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ, 7 രാത്രിയും 8 പകലും തുടർച്ചയായ സറസറേ എന്നുള്ള കാറ്റടിച്ചു. നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഇപ്പോൾ ഒരു കാറ്റ് കുറച്ചും പഠിച്ചില്ലേ? ചെറിയൊരു കാറ്റ് അല്ലേ? എന്താ അതിൻ്റെ സൗണ്ട്? ചെറിയൊരു കാറ്റാണ്. ഇത് എത്ര ദിവസം എന്നറിയോ? സബഅ ലൈൽ, 7 രാത്രി 8 പകലും അണ്ട് അടിച്ചിട്ട് എന്തായെന്ന് വെച്ചാൽ ഈ പിന്നെ മണൽ കണ്ട് പറന്നിട്ട് ഇവരുടെ ഈ മലകൾക്കും കോട്ടകൾക്കൊക്കെ മുകളിൽ, ഇപ്പോൾ പിന്നെ റസൂലുള്ളാഹിന്റെ ആ കേസറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിങ്ങനെ നടന്ന ഇതിലൂടെ യമനിലൂടെ പോണ സമയത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രത്തിൽ വേഗം പോകാൻ വേണ്ടി പറഞ്ഞ സ്ഥലമാണ്, ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്, വേഗം പോകണമെന്ന് പറഞ്ഞു. അവിടെ ഇനിയും കിലോമീറ്ററുകൾ ആഴത്തിലേക്ക് മണ്ണുകൾ മാന്തിയെടുത്താൽ അവർ അവശിഷ്ടങ്ങൾ പലതും കാണാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാറ്റിങ്ങോട്ട് അടിച്ചിട്ട് ഒന്നായിട്ട് പിന്നെ അതിൽ ഖുർആനിൽ പറഞ്ഞതൊക്കെ ഈ ആ മനുഷ്യന്മാരെ തടിയിറണമെങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? അവരിങ്ങനെ ഈത്തപ്പന തടികളെപ്പോലെ വീണെടുക്കുന്ന പറഞ്ഞത്. അജാസു നഹ്ലിൻ ഹാവിയ, ആ മനുഷ്യന്മാരിങ്ങനെ വീണെടുക്കുന്നത് വലിയൊരു പന വീണെന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഇങ്ങനെ വീണിട്ട് ആ മനുഷ്യന്മാരെ വലിപ്പം പറഞ്ഞത് അവരിങ്ങനെ വീണിട്ട് മരിച്ചു കിടക്കണ രീതി അല്ല പറയാണ്. വലിയ ഈത്തപ്പന മരങ്ങൾ വീണ് കിടക്കണ മാതിരിണ്ടേനി ആദ്യ സമൂഹത്തിലെ ആൾക്കാർ, മനുഷ്യന്മാർ മരിച്ച് വീണ് കിടക്കണ കാണാനെന്ന്. അത്രയും ഭീമാകാരന്മാരായിരുന്നു എന്നർത്ഥം. ശരി, അപ്പം സൗജി അസുവാജി എന്ന് അള്ളാഹു തആല പറഞ്ഞതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ, അള്ളാഹു തആല ഇതിലൊരു പ്രത്യേകമായ ബർക്കത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇണകളാക്കി സൃഷ്ടിച്ചു. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വലിയ ചിന്ത അനിവാര്യമാണ്. കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ മക്കളെ കല്യാണം കഴിപ്പിക്കാനുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം വളരെ കരുതലോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. അത് പിന്നെ പെട്ടെന്ന് പിന്നെ ഏതെങ്കിലും ഒരു കാഴ്ചയും ഏതെങ്കിലും ഒരു ശരിക്കും ചിന്തയും ബോധമില്ലാതെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പരലോകം രക്ഷ കിട്ടാനും പരലോകം നഷ്ടപ്പെടാനും ഇണകൾ കാരണമായി തീരുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒറ്റ സംഭവം പറയാം. നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, നിങ്ങളെ മനസ്സിലിത് പോകാഞ്ഞാൽ മതി. ആണുങ്ങൾ എത്ര നന്നായിട്ടും കാര്യമില്ല, പെണ്ണുങ്ങൾ മോശമായാൽ നൂഹ് നബിൻ്റെ ഭാര്യയെ സംബന്ധിച്ചും ലൂത്ത് നബിൻ്റെ ഭാര്യയെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞത് അവർ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ ഖാനത്താഹുമ എന്നാണ് പറഞ്ഞത്, വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. ആ വഞ്ചന എങ്ങനെയാണ്? അതെന്തെങ്കിലും ലൈംഗികമായ പ്രശ്നങ്ങളൊന്നുമല്ല. അങ്ങനെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടാ ചിന്തിക്കുക, അതൊന്നുമല്ല വിഷയം. മറിച്ച് ആ വഞ്ചന എങ്ങനെയെന്ന് അറിയുങ്ങൾ ഖാനത്താഹുമ എന്ന് പറഞ്ഞത് ഈ 2 പ്രവാചകന്മാരായ നല്ല മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്ന ഈമാനും തഖ്വയും അവരെ ഭാര്യമാർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതാണ് വഞ്ചന. ഇവർക്കുണ്ടാകുന്ന ഈമാനും തഖ്വയും ഭാര്യമാർ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നപ്പം ആ ഭാര്യമാരെ പറ്റിയിട്ടാണ് എന്തു പറഞ്ഞത്? ഖാനത്താഹുമ, ആ 2 ഭാര്യമാർ 2 പ്രവാചകന്മാരെ വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം. കാരണം ഉഹും വ അസ്വാജുഹും ഫി ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ, വളരെ പ്രധാനപ്പെട്ട സ്വർഗത്തിലെ തണലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. എങ്ങനെ? അല്ല അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പ്രബോധനം നൽകുകയും അദ്ദേഹത്തിന് പിന്നെ ദൗത്യം നൽകുകയും പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഭാര്യയാണ്. അല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിലേക്ക് ആര് വരാൻ തയ്യാറായില്ല? ഭാര്യ വരാൻ തയ്യാറായില്ല. അതിനെയാണ് വഞ്ചന എന്ന് പറഞ്ഞത്. നൂഹ് നബി അതായത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ നിയമം ഖുർആനിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ബാധകമല്ല. മനസ്സിലായി പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിന് 1-ലധികം ഭാര്യമാരുണ്ട്. ആ ഭാര്യമാരെല്ലാവരും എന്തായിരുന്നു? വിശ്വാസിനികളാണ്, അല്ലേ?
അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം തുടങ്ങുന്ന കാലത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം തുടങ്ങുന്ന കാലത്ത് അവർ അതിന് മുമ്പേ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുകയാണ്. ആ ഭാര്യ ഭർത്താക്കൾ അവരുടെ വിവാഹവും അവരുടെ ദാമ്പത്യ ജീവിതമൊന്നും ഇന്ന് ഇസ്ലാം പറയുന്ന കരാറിലൂടെയോ മഹർ കൊടുത്തിട്ടൊന്നും ആവണമെന്നില്ല. ഈ മഹർ കൊടുക്കലും ഈ കാണലും ഈ വിശ്വാസത്തിൻ്റെ ബന്ധത്തിലുള്ള വിവാഹമൊക്കെ ഇസ്ലാമിന് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ശരീഅത്താണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുമ്പോൾ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനായി പ്രബോധനം ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിലേക്ക് ആര് കടന്നു വന്നില്ല? ഭാര്യമാർ കടന്നു വന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞതനുസരിക്കാത്തത് കൊണ്ടാണ് നൂഹ് നബിയോ ലൂത്ത് നബിയോ ഭാര്യമാരെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? വിശ്വസിക്കണം. എല്ലാവരോടും പറഞ്ഞ രൂപത്തിൽ അവർ തയ്യാറായില്ല. അള്ളാഹിൻ്റെ കൽപ്പന വന്നു, ഒരു കാര്യം ചെയ്യാം. അവിടുന്ന് ലൂത്ത് നബിയോട് പറഞ്ഞത് പിന്നെ അത്തിരി ബഹ്ലിക ബി ഖിത്ഇൻ മിനൽ ലൈലി, രാത്രി അന്ത്യയാമങ്ങൾ വേഗം ഇറങ്ങി പുറപ്പെടാം, ബാക്കിക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇല്ലല്ല, ഖുർആൻ സെഷൻ അല്ലല്ല അത് ഇതിന് മുമ്പുള്ള ഖുർആന് മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ്. അപ്പോൾ ആ പ്രവാചകന്മാരെ ഭാര്യമാർ വഞ്ചിച്ചു, അതാണ് വിഷയം. വഞ്ചിച്ചു എന്ന് പറഞ്ഞത് ആ പ്രവാചകന്മാർക്ക് അള്ളാഹ് കൊടുത്ത ദൗത്യം സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. സമൂഹത്തിനോട് മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആരും പെടും? ഭാര്യമാരും പെടും. എന്നാൽ ആ ഭാര്യമാർ പോലും പ്രവാചകന്മാർക്ക് സപ്പോർട്ട് പറഞ്ഞില്ല, വിശ്വസിച്ചില്ല. അതുകൊണ്ട് വഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകുന്ന ഒരു ആശയം, ഒരു ആദർശം, ആ ആശയത്തിലേക്കും ആദർശത്തിലേക്കും നമ്മളെ ഭാര്യമാർ വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം? വഞ്ചിക്കാൻ തന്നെയാണ്. ലൈംഗികമായൊരു വിഷയത്തിലെ വഞ്ചന അല്ല, അതല്ല ഉദ്ദേശിക്കപ്പെട്ടത്. ആദർശം സ്വീകരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി നോക്കണം, ആദർശം നോക്കണം, ദീനം നോക്കണം. മറ്റ് ഭൗതികമായ സൗന്ദര്യമോ അല്ലെങ്കിൽ സമ്പത്തോ തറവാടിത്തമോ ഒന്നുമല്ല നോക്കേണ്ടത് എന്താണ്? ദീനാണ്. ദീനെന്താണ്? ആദർശമാണ്. കാരണം എന്താ അറിയോ? ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും സത്യസന്ധമായിട്ട് ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ കഴിയില്ല. മനസ്സിലായി പറഞ്ഞത്? ദീനുണ്ടെങ്കിൽ മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തത് നമ്മളിഞ്ഞിപ്പം അങ്ങനെ ദീനില്ലാത്ത എത്രയോ ആൾക്കാർ ഉഷാറായിട്ട് ജീവിക്കണില്ലേ, ഒരു പ്രശ്നങ്ങളില്ലല്ലോ, നല്ല ദാമ്പത്യ ജീവിതം നയിക്കണില്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അടിസ്ഥാനപരമായി ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാൽ, ഒരു പരീക്ഷണം വന്നാൽ, ആ പരീക്ഷണങ്ങളിൽ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കുമ്പോൾ ഒരു മുസ്ലിമിന് കിട്ടുന്ന പ്രതിഫലം ഈ മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് കിട്ടൂല. ഈമാനും തക്വയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാത്ത ആൾക്കാർക്ക് കിട്ടില്ല. അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഈമാനും തക്വയും ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ഈ ലോകത്ത് മാത്രമല്ല, ബാക്കിയൊക്കെ എവിടെ കൊണ്ട് അവസാനിക്കും? ഈ ദുനിയാവോട് കൂടി അവസാനിക്കും. എന്നാൽ ഒരു മുസ്ലിമിൻ്റെ എവിടേക്കും കൂടി പോകണം? പരലോകത്ത് കൂടി പോകണം. അതാണ് പ്രശ്നം. ഇവിടെ വളരെ നൈമിഷികമാണ് ജീവിതം. ഇവിടെ കുറേ കല്യാണം സൽക്കാരും ടൂറും കുറേ സന്തോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ജീവിതം ആണ് അവസാനിക്കും. പക്ഷെ ഇതോടുകൂടി അല്ലല്ലോ, ഇനി തുടങ്ങാൻ പോണ ജീവിതം ഉണ്ടല്ലോ. ആ ജീവിതത്തിൽ ഈ ഭാര്യമാരെ തന്നെയാണോ കൊടുക്കുക? കണക വേണ്ടേ? ഇവിടെ ഉള്ള ഭാര്യനെ തന്നെയാണോ സ്വർഗത്തിൽ കിട്ടുക? സ്വലിഹത്താണെങ്കിൽ സ്വലിഹത്തല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. സ്വലിഹത്താണെങ്കിൽ അതന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ, അല്ലേ? അല്ലാത്ത ആഗ്രഹിക്കോ? ദുനിയാവിലെ ഭാര്യ സ്വാലിഹത്താണെങ്കിൽ അവിടെ കിട്ടുള്ളൂ. സ്വാലിഹത്തായ ഭാര്യയാണെങ്കിൽ ആ ഭാര്യ തന്നെ കിട്ടണം എന്നല്ലേ ഈമാനുള്ള പുരുഷൻ ആഗ്രഹിക്കുള്ളൂ, അല്ലേ? ആണ്. പക്ഷെ രൂപം കോലൊന്നും അതാവൂല കേട്ടോ. രൂപം കോലൊന്നും ഇപ്പോൾ നമ്മൾ 19 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു, ഭാര്യ മരിച്ചുപോയി, മരിച്ചതൊക്കെ നന്നായിട്ട് വയസ്സായി, ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ പല്ലൊന്നുമില്ല, മരിച്ചുപോയി, ഭർത്താവ് അങ്ങനെ മരിച്ചുപോയി. സ്വർഗത്തിലെങ്ങനെ വരിക? ഹുർലിംഗായിട്ട് വരിക. ആ പ്രകൃതിയെ പടച്ചം കൊടുക്കുക, ആ പ്രകൃതിയിലെ പടച്ചം മാറ്റും. അങ്ങനെ മാറ്റിയിട്ടാണ് സ്വർഗത്തിൽ വരിക. അപ്പം അവിടേക്ക് എത്തുക എന്നതാണ് ഇണകളിലൂടെ ലക്ഷ്യമാക്കേണ്ടത്. അപ്പം ദുനിയാവിൻ്റെ സൗകര്യങ്ങളും ദുനിയാവിൻ്റെ സന്തോഷം മാത്രം ലക്ഷ്യം വെച്ചാൽ ദുനിയാവും കിട്ടൂല, പരലോകം കിട്ടൂല. അപ്പോൾ ദീനെ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ദീനുണ്ടെങ്കിലൊക്കെ കിട്ടും. എന്താ ബോധം ഉണ്ടാവും. എന്താ പറയുക, പിന്നെ മറ്റേതൊക്കെ ഈ ദുനിയാവിൻ്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ്. അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് അതേമാതിരി കിട്ടുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞത് അതേമാതിരി ഇങ്ങോട്ട് പറയുള്ളൂ. ഒക്കെ ഇവിടുത്തത് ബാലൻസ് ഒപ്പിക്കുക ചെയ്യാം.
അതല്ല. ഒരു കഥ പറയലുണ്ട്, പിന്നെ ല ഉഷ്കിയന്നക്കി എന്ന് ഒരു അറബി ഒരു സാഹിത്യമാണ്. അത് പറഞ്ഞ ദേഷ്യം പിടിച്ചപ്പം ഭർത്താവ് പറഞ്ഞു ഞാൻ എന്നെ ശരിയാക്കി തരാമെന്നാണ്. ദേഷ്യം പിടിച്ച പറഞ്ഞ ഭാഷ ഞാൻ ശരിയാക്കി തരാണ്, കഷ്ടപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും എന്നെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ശരിയാക്കി തരാം എന്നുള്ള. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം? എന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എന്നെ പ്രയാസപ്പെടുത്താനും കഴിയില്ല. അതെന്താ? എന്നെ പ്രയാസപ്പെടുത്താന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് ഭക്ഷണം ഞാൻ വിചാരിക്കുന്ന സൗകര്യം ചിലപ്പോൾ തന്നില്ല തരും, ചിലപ്പോൾ വസ്ത്രം മുടക്കും, ചിലപ്പോൾ ആഭരണം മുടക്കും, സൗകര്യങ്ങളൊക്കെ മുടക്കും. ഇങ്ങനെയല്ലേ എന്നെ കഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ സന്തോഷം കാണുന്നത്, സന്തോഷത്തിൻ്റെ വിപരീതമാണ് കഷ്ടപ്പാട്. സന്തോഷം കാണുന്നത് നിങ്ങൾ വാങ്ങിത്തരുന്ന വസ്ത്രത്തിലോ സൗകര്യങ്ങളിലോ ആഭരണത്തിലോ വീട്ടിലോ ഒന്നുമല്ല. ഞാൻ കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഈമാനി, എൻ്റെ വിശ്വാസത്തിലാണ്. ഈമാന് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവിടെ പ്രശ്നം. അപ്പം എങ്ങനെയായിരുന്നാലും ഒരു ഈ നല്ല പരലോകത്തെക്കുറിച്ച് ബോധമുള്ളൊരു പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും? കടപ്പാടുകളും ബാധ്യതകളൊക്കെ സത്യസന്ധമായിട്ട് നിർവഹിക്കും. അങ്ങനെ ഒരൊറ്റ രാത്രി ഭർത്താവ് വേദനയോടുകൂടി പ്രയാസത്തോടു കൂടി പെണ്ണിൻ്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഉണ്ടായ സങ്കടം കൊണ്ട് ഒരു രാത്രി പിണങ്ങിക്കിടന്നാൽ, ബെഡ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നാൽ പുലരുന്നത് വരെ മലക്കുകൾ ഈ പെണ്ണിനെ ശപിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, പുലരുന്നത് വരെ മലക്കുകൾ ആരെ ശപിക്കും? പെണ്ണിനെ ശപിക്കും. എന്താ കാരണം? പെണ്ണാണ്. എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമുണ്ടെങ്കിൽ പിണക്കം തീർക്കാൻ മുങ്ങിയെടുക്കേണ്ടത് ആരാ? പെണ്ണാണ്. ഇസ്ലാം അതാ പറഞ്ഞത്. അത് ഉൾക്കൊള്ളുന്ന പെണ്ണ്. അതിനാണ് പെണ്ണിന് അല്ലാഹു തആല ചില ലാവണ്യങ്ങളും ചില പ്രത്യേകതയൊക്കെ പഠിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം ഓള് വിചാരിക്കണം എൻ്റെ അടുത്ത് കണ്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മുന്നിൽ ഇങ്ങോട്ട് വരട്ടെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കിടക്കാൻ പാടില്ല. പെണ്ണ് എന്ത് ചെയ്യണം? പെണ്ണ് എങ്ങനെയെങ്കിലും അവൾ ഇടപെട്ടിട്ട് ഈ പിണക്കം തീർക്കണം. ഭർത്താവിന് രാത്രി ഉറങ്ങാൻ സമ്മതിക്കാൻ പാടില്ല. ഈമാനുള്ള പെണ്ണൊക്കെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങൾ മിണ്ടി നിങ്ങൾ തെറ്റ് തിരുത്തിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒന്ന് രാത്രി ഉറങ്ങുള്ളൂ എന്ന് ആര് വാശി പിടിക്കും? ഈമാനുള്ള പെണ്ണ് വാശി പിടിക്കും. കാരണം എന്താ? പുലരുന്ന വരെ ശാപം ആർക്കാ? ഈ പെണ്ണിനാണ്. അത് മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് ഒരിക്കലും ഒരു വാക്ക് കൊണ്ട് പോലും ഭർത്താവിനെ വേദനിപ്പിക്കൂല, പ്രയാസപ്പെടുത്തൂല. അങ്ങനെ ഒരു ഭാര്യ പേരിലുണ്ടെങ്കിൽ വേഗം ചെല്ലാനാ തോന്നുക, അല്ലേ? വേഗം ചെല്ലാനാ തോന്നുക. വീട്ടിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവും. ഇല്ലെങ്കിലോ റോട്ടുമൂല അവിടെയും ഇവിടെ അത്താണിമൂലൊക്കെ ഉണ്ടാവും. പാതിരാക്ക് 12 മണി വരെ ആ മുതവി ഉറങ്ങിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള. അപ്പോൾ അതല്ലെങ്കിൽ വേഗം എന്ത് ചെയ്യും? വീട്ടിലേക്ക് വരും. വേഗം ഒന്ന് നോക്കിക്കളി. ഞാനിത് പറഞ്ഞ വെറുതെ പറയലൊരു ബാലൻസാണിത്. കാരണം എന്താ പറയുക? വേഗം വീട്ടിലേക്ക് വരുന്ന ഭർത്താവ്. ആ ഭർത്താവ് നേരത്തെ വീട്ടിലെത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും പഠനവും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. എപ്പോഴെങ്കിലൊക്കെ വരുന്നു, എപ്പോഴെങ്കിലൊക്കെ പോകുന്നു. അപ്പം ഇനി മാത്രമല്ല, ഒരു പെണ്ണ് മരിച്ചു പിരിയുമ്പോൾ ഭർത്താവിൻ്റെ തൃപ്തി നിർബന്ധമാണ്. ഭർത്താവിൻ്റെ തൃപ്തി ഇല്ലെങ്കിൽ ആ പെണ്ണിന് സ്വർഗ്ഗമില്ല. അയ്യുംറഅത്തി മാതത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് മരിച്ചു പിരിയുമ്പോൾ ഭർത്താവിൻ്റെ പൂർണ്ണമായ തൃപ്തിയോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവൾക്ക് മാത്രമേ എന്തുള്ളൂ? സ്വർഗ്ഗമുള്ളൂ. അവൾക്ക് മാത്രമേ സ്വർഗ്ഗമുള്ളൂ. അപ്പം പൂർണ്ണ സംതൃപ്തിയിലാണ് ഞാൻ ജീവിച്ചത്, അങ്ങനെയാണ് പിന്നെ മരണപ്പെട്ടത് എന്ന പൂർണ്ണമായ ബോധ്യവും പൂർണ്ണമായ ഉറപ്പും ഉണ്ടായിരിക്കണം. ഇനി നേരെ തിരിച്ചു നോക്കി നിങ്ങൾ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിന് കിട്ടേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നിർഭയത്വമാണ്, ഒരു സമാധാനമാണ്. ഒരു പുരുഷന് കൊടുക്കാനുള്ള വസ്ത്രവും പാർപ്പിടും ഒന്നുമല്ല, അതൊക്കെ ഉള്ളതിനനുസരിച്ച് അങ്ങനെ റസൂലിൻ്റെ വാക്ക് നിങ്ങൾ ഉള്ളു കൊടുത്താൽ മതി. നിങ്ങൾ തിന്നണത് കൊടുക്കുക, നിങ്ങൾ ഉടുക്കണത് കൊടുക്കുക, നിങ്ങൾക്കുള്ള സൗകര്യം കൊടുക്കുക. എന്നാൽ അത് മതി, നല്ല സൗകര്യം മതി. എന്നാൽ ഒരു പുരുഷൻ നിർബന്ധമായും കൊടുക്കേണ്ട സംഗതി എന്താ? നിർഭയത്താണ്, സമാധാനം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആ രൂപത്തിലായിരിക്കണം ഒരു പുരുഷൻ പെണ്ണിനോട് പെരുമാറേണ്ടത്. നല്ല വാക്ക് പറയാം, നല്ല പെരുമാറ്റം. ഒറ്റ കാര്യം, വലാ തുഖബ്ബ
തുക്കബ്ബിഹ്, ഒരു ഹദീസിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് സ്ത്രീകളോട് പറയരുത്. വല തുക്കബ്ബിഹ് എന്നുള്ളതാണ്. മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിൽ വെച്ചല്ലാതെ പിണക്കം നടിക്കരുത്. ഇപ്പോൾ റോട്ടുമേൽ വെച്ചിട്ട് പിണങ്ങുക, വിരുന്നോട് ചെന്നോർന്ന് പിണങ്ങുക, കൂട്ടുകാരൻ്റെ മുന്നിൽ നിന്ന് പിണങ്ങുക, അങ്ങനെ അല്ലെങ്കിൽ അവനാൻ്റെ ഉമ്മാൻ്റെയും പെങ്ങന്മാരെയും മുന്നിൽ നിന്ന് പെണ്ണിനെ ചീത്ത പറയുക, ഉമ്മാൻ്റെയും പെങ്ങന്മാരെയും മുന്നിൽ നിന്ന് ഭാര്യനെ ചീത്ത പറയാൻ പാടില്ല. ബെഡ്റൂമൊക്കെ കൊണ്ടിട്ട് വാതിൽ കുറ്റി അടിച്ചിട്ട് വേണം ഒന്ന് കൊടുത്തോളി. മക്കൾക്ക് കൊടുക്കണമാതിരി അത് കൊടുത്തോളി എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് എടുത്ത് പൊതിർത്താനല്ല പറഞ്ഞത്. അവനാൻ്റെ മക്കളടിക്കല മക്കൾ നമ്മളെ കരളിൻ്റെ കഷ്ണാണ് അല്ലേ. മക്കളടിക്കാറുണ്ട്. അതെന്തിനാ പറയാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ല ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ കുട്ടികളുടെ ലിസ്റ്റിലാണ് ഇസ്ലാം സ്ത്രീകൾ എണ്ണിയത്. കുട്ടികളും സ്ത്രീകളും എന്നുള്ള ആ രൂപത്തിലാണ്. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ആണുങ്ങളെക്കാൾ ഉഷാറായ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. വേറെ ഞാൻ അതിനെ മറച്ചിട്ടില്ല പറഞ്ഞത്, മൊത്തത്തിലുള്ള പ്രകൃതി പൊതുവെയുള്ള പ്രകൃതിയാണ് പറഞ്ഞത്. അപ്പം ബെഡ്റൂമിന് ആ പിണക്കങ്ങളടക്കം ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം, പുറത്തേക്ക് പോകാൻ പാടില്ല. അമ്മാൻ്റെ പെങ്ങന്മാരെ മുന്നിൽ ഒന്ന് അവിടെയൊക്കെ പെണ്ണിന് ഇസ്സത്ത് കൊടുക്കണം, മാന്യത കൊടുക്കണം, സ്ഥാനവും പദവിയും കൊടുക്കണം. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇത് അങ്ങനെ മാന്യമായി പെരുമാറി നല്ല വാക്ക് പറഞ്ഞ് അപ്പോൾ എന്താവുമെന്നറിയോ, ഒരു പെണ്ണിനെ വല്ലാത്ത സമാധാനം സന്തോഷം കിട്ടും. പലപ്പോഴും ഇപ്പം പല ആളുകളും പല കൗൺസിലിങ്ങിലൊക്കെ പല പെണ്ണുങ്ങളും പറയും, അത് നിങ്ങൾ നോക്കണ്ട, നല്ല നിസ്കാരത്താകുമ്പോൾ നല്ല നിങ്ങളുള്ള താടിയൊക്കെ ഉണ്ട്, പക്ഷെ മൂക്കിൻ്റെ തുമ്പത്താ ദേഷ്യം, മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം, ഭയങ്കര ദേഷ്യമാണ്. എന്നെ എന്തൊക്കെ പറയാമെന്നറിയോ, പറഞ്ഞ് കേട്ടാൽ പിന്നെ ചിലപ്പോൾ ചില വാക്കൊക്കെ കണ്ട് പറഞ്ഞ് കേട്ടാൽ ജീവിക്കണ്ടെന്നൊക്കെ തോന്നിപ്പോകും. കൗൺസിലിങ്ങിൽ ചില പെണ്ണുങ്ങൾ പറഞ്ഞതാണ് ചില വാക്കുകളൊക്കെ വളരെ ആ രൂപത്തിൽ. ഒരിക്കലും ആ രൂപത്തിൽ ഈമാനുള്ള പുരുഷൻ, ഞാൻ പറഞ്ഞത് രണ്ടാണ്, ആൺകുട്ടിയേക്ക് പെൺകുട്ടികളെ തിരഞ്ഞവരോടും പെൺകുട്ടിയേക്ക് ആൺകുട്ടികളെ തിരയുന്നവരോടും കൂടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ദീനുള്ള ഒരു പുരുഷൻ പെരുമാറൂല. ഞാൻ അതിനെ ഒറ്റ സംഭവം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പിന്നെ ഭാര്യമാരെല്ലാവരും വിളിച്ചു. ആ സംഭവങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. എന്തിനാ വിളിച്ചത്, ആരാ നബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ ഒരു വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും നബി വേദനിപ്പിക്കുക പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ ജീവിച്ചത്. എന്നിട്ട് ആ ഭാര്യമാരെ മുഴുവനും വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊരുത്തപ്പെടിപ്പിക്കുകയാണ്. അത് എന്തിനാ പൊരുത്തപ്പെടിപ്പിച്ചത്? നമ്മളെ പഠിപ്പിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നമ്മളെ ഉമ്മത്തീങ്ങളെ പഠിപ്പിക്കാനാണ്, നമ്മളെ പഠിപ്പിക്കാനാണ്. ശരിക്ക് ഒരു പൊരുത്തപ്പെടിപ്പിക്കൽ നന്നായി കുടുംബത്തിൽ നടക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയി, അപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി, അപ്പോൾ നമ്മളെ ഭാര്യനോട് നമുക്ക് അതിലൊന്നും ഒരിക്കലും മാനക്കേടോ അല്ലെങ്കിൽ പ്രയാസം തോന്നാൻ പാടില്ല. ഈ പൊരുത്തപ്പെട്ടാൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, അപ്പോൾ പറയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മളെ തൊള്ളൊരു പൊത്തും, കാരണം നമ്മളങ്ങനെ പറയില്ലേ. കാരണം അത് മതി അവർക്ക്, നമ്മളാ ഒരു പുഞ്ചിരി മതിയാവും, ഒരു സ്നേഹത്തോടു കൂടിയുള്ളൊരു വാക്കോ അല്ലെങ്കിൽ ഒരു സ്പർശനോ ഒരു പുഞ്ചിരിയോ മതിയാവും. എത്ര കുടുംബങ്ങളുണ്ടറിയാം, ഒന്ന് ഭർത്താവ് ഒന്ന് പുഞ്ചിരിക്കണത് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര സ്ത്രീകളുണ്ടറിയാം, എത്ര കുടുംബങ്ങളുണ്ട്. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ചിരിക്കണൊരു മുഖം കാണാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ടറിയാം. വളരെ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ സ്കൂളിൽ, ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഒരുപാട് കുട്ടികൾ ഈ പല പ്രശ്നക്കാരായ കുട്ടികളെ നമ്മൾ വിളിച്ചിട്ട് ഈ ഹാൻഡ്സ് വെക്കലും പിന്നെ ക്ലാസ് കെട്ടിയത് സിനിമക്ക് പോകാനും അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വരുമ്പം അവരൊക്കെ പിടിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിൽ 99% കുട്ടികളും വീട്ടിലെ ഈ വാപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നം തന്നെയാണ്. ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് തീരദേശത്തൊക്കെ. നല്ലപോലെ ജീവിക്കുന്ന കുടുംബങ്ങൾ പിന്നെ എന്നും പ്രശ്നങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഈ കുട്ടികൾ അധികവും വരണത്. നല്ല ബുദ്ധിശക്തിയും നല്ല കഴിവുള്ള എത്ര കുട്ടികളറിയും. അവർ വീട്ടിലൊന്നും ഒരു സമാധാനം ആ കുട്ടിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ എന്നും വീടുകളിൽ പ്രശ്നങ്ങളാണ്. അങ്ങോട്ട് കൊണ്ടയാക്കലും പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരലും, നാട്ടിൽ ഇടപെടലും, പിന്നെ നാട്ടിനെ കൊടുത്ത് പിന്നെയും കൊണ്ടയാക്കലും, പിന്നെയും കൂട്ടിക്കൊണ്ടുവരലും, അങ്ങനെ കിടന്നിട്ട് ഈ കുട്ടികളുടെ പിന്നെ ജീവിതം ആകെ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു പെണ്ണിന് കൊടുക്കും, ഒരു ആണിൽ നിന്ന് കിട്ടേണ്ടത് കാണുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ മുട്ടുകാലം ഇങ്ങനെ പറക്കും. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ചില പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് നമ്മളെ അയൽവക്കത്ത് ഒരു കഥ പറഞ്ഞിട്ട്, ഒരു പെണ്ണ് പിന്നെ ഭയങ്കര മോശമായിട്ട് ഇവിടെ നടന്നേനെ കള്ളുകൂടിയൊക്കെ ആയിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി വിചാരിച്ചിട്ട് ഒരുപാട് കാലം ഉള്ള യാസീനും ഇവനെ ഓതിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഗൾഫിക്ക് പോയി. അങ്ങനെ കുറേ കാലം ഒരു 8 കൊല്ലത്തോളം നിന്ന് അവസാനം പിന്നെ എങ്ങനെയെങ്കിലും വരണം വിചാരിച്ചിട്ട് ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയൊരു ജാറത്തിനും പോകാൻ ബാക്കിയില്ല, ഇങ്ങനെ വന്നിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലായിടത്തും പോയി അവസാനം പിന്നെ വരാൻ വേണ്ടി യാസീൻ ഓതി വന്ന്
അവസാനം കുറച്ച് കഴിഞ്ഞ പിന്നെ പോയി കിട്ടാൻ വേണ്ടി ഹത്തം തീർന്നു. ഒന്ന് പോയി കിട്ടാൻ, കാരണം വന്ന 5-8 കൊല്ലം കഴിഞ്ഞിട്ട് കാത്തിരുന്ന് അവസാനം വന്നപ്പോൾ പിന്നെ വരാത്തതിന് നല്ലതെന്നാണ്, എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നാണ് ഈ അവസ്ഥയിലേക്ക്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ പെണ്ണുങ്ങളെ മനസ്സെന്ന് പറഞ്ഞാൽ ഈമാനുള്ള പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞിട്ടാ. ഈ നമ്മളൊരു ഭക്ഷണം നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ട് നമ്മളൊരു സാധാരണ ഒരു 4 ചപ്പാത്തി തിന്നണം, നമ്മൾ ഒരു 2 ചപ്പാത്തി തിന്നാൽ അത് തിന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊന്നും ഭക്ഷണത്തിനെ കുറ്റം പറയാൻ പാടില്ല, അങ്ങനെ രുചി ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എഴുന്നേറ്റ് പോയാലും പിന്നെ അവർക്ക് അന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കാതെ കിടന്നുണ്ടാവും. കാരണം അവരെ ചിന്ത ഫുള്ളതായിരിക്കും, എന്തോ ഒരു ടേസ്റ്റ് കുറവുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, തൃപ്തിയായിട്ടില്ല, അവരുടെ ചിന്ത മുഴുവൻ അതാ. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പലപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണത്. അതേ സമയത്ത് പിന്നെ തുറന്നു ഒന്ന് പറയാനും ഇതാക്കാനും ഒക്കെ ഭക്ഷണത്തിലെ ഭക്ഷണം കാണുമ്പോഴേക്ക് പിന്നെ പെണ്ണിനെ മുട്ടുകാല് വറക്കൽ തുടങ്ങി. നേരത്തെ വന്നപ്പോഴത്തേനും ഇവിടെ അടുക്കളയിൽ ആകെ ബേജാറായി. പിന്നെ ഉപ്പാണോ പഞ്ചസാരാണോ വായിട്ടൊന്നും മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല, കാണുന്നതൊക്കെ വാരിയിട്ട് പിന്നെ ആകെ പ്രശ്നത്തിന് മേലെ പ്രശ്നമായി, ആകെ ബേജാറും ഒരു ടെൻഷനും എല്ലാം കൂടി ആയിട്ട് കുടുംബത്തിലൊരു സമാധാനം കിട്ടൂല. അതേ സമയത്ത് എല്ലാം തുറന്നു പറയാനൊക്കെ ഉള്ള വിട്ടുവീഴ്ചയും മാപ്പാക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരു കുടുംബം എന്തൊരു സന്തോഷം ഉണ്ടാവും ആ ജീവിതം. അതാണ്. അപ്പോൾ ആ ഇണകളാക്കി പടച്ചു. അപ്പോൾ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തൊക്കെ കൂടി ആ സന്തോഷം നീളുക എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ഒരു ആയുസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. അവസാനിപ്പിക്കാൻ സമയം നമുക്ക് വളരെ ചുരുങ്ങിയ ആയുസേ ഉള്ളൂ. അപ്പോൾ അല്ലാഹു തആല ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞത് ഒരു ആത്മാവിൽ നിന്ന്, ശ്രദ്ധിക്കാം, ഇത് ആയത്തെ ശർഹാണ് ഈ പറഞ്ഞത്. ആദം നബിനെ പടച്ചു, അതാണ് നഫ്സും വാഹിദ. ജഅല മിൻഹാ സൗജഹ എന്താണ്, ആരാണ്? ആദം നബിനെ പടക്കണ മുമ്പ്, അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ആദം നബിനെ പടക്കണ മുമ്പ് ഭൂമിനെ മുഴുവനും പടച്ചു, അല്ലേ? എല്ലാ വസ്തുക്കളെ ഖലഖലക്കും മാഫിൽ അർളി ജമിഅ, ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ആർക്കാണ്? ആദം നബിക്കാണ്. പക്ഷേ ആദം നബി ഇങ്ങനെ വന്നിട്ട് മേപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. കാരണം ഇത് മുഴുവനും ആദം നബിക്കുള്ള തന്നെയാണ്. പിന്നെ ഈ വസ്തുക്കൾ, ഈ കാണുന്ന വസ്തുക്കൾ മുഴുവനും അത് ഉപയോഗിക്കാനും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അനുയോജ്യമായി തീരുന്നത് ഒരു ഇണയെ കിട്ടുന്നതോട് കൂടിയിട്ടാണ്. കണ്ടാ, ജലമിൻഹ സൗജഹ, ഒരു ഇണ പടക്കപ്പെട്ടു, ഒരു ഇണയെ കിട്ടിയപ്പോൾ അതോടുകൂടി ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി, ആ ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടായി. പിന്നെ ഈ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ഇവർ ഒരുമിച്ച് അനുഭവിക്കുകയാണ്. ഇതന്നെയാണ് ഈ പറഞ്ഞതിലാകത്തുക. അപ്പോൾ ദുനിയാവിൽ പടച്ചോൻ നമ്മളെ ഇണകളാക്കി പടച്ചു. ദാമ്പത്യ ജീവിതം നയിക്കണം, മുന്നോട്ട് സന്തോഷത്തോടു കൂടിയുള്ള ദാമ്പത്യ ജീവിതമായിരിക്കണം. അങ്ങനെ ജീവിച്ചു മരിക്കാൻ സാധിക്കും. പരലോകത്ത് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുപ്പിക്കുകയും ചെയ്യും. ഇനി സമാനിയത്ത് അസ്വാജ് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അൻആമിൽ സമാനിയത്ത് അസ്വാജ് 8 ഇണകൾ ഏതൊക്കെയാണ്? 8 ഇണകളിൽ പെടാത്ത കുറേ വസ്തുക്കളുണ്ട്. അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ്? അതിനെപ്പറ്റി ഖുർആനിൽ പറയാത്തത് എന്താണ്? അൻആമിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മനുഷ്യന്മാർക്കതിൽ എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത്, എന്താണ് അതിലുള്ള ഗുണപാഠങ്ങൾ? ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ, സൂറത്തുൽ അൻആം എന്നാണ്, 6-ാമത്തെ അധ്യായം, സൂറത്ത് അൻആം. അപ്പം കാലികളെപ്പറ്റി നമുക്ക് പറഞ്ഞത് എന്തിനാണ്? അത് വളരെ ഒറ്റ കാര്യം അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. എന്താണെന്നറിയോ? അല്ലാഹ് പറഞ്ഞു, കാലികളേക്കാൾ മോശമായ മനുഷ്യന്മാരുണ്ട്. അവരാരാന്നറിയോ? കൽബുണ്ട്, ലാ യഫ്ഖഹൂന ബിഹ, ലാ യതഫക്കറൂന എന്നല്ല പറഞ്ഞിട്ടാ, ലാ യഫ്ഖഹൂന ബിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖിഹുഹു ഫിദ്ദീൻ, ദീനിലുള്ള ദീന് പഠിക്കലാണ്. ആദാനുൻ ലാ യസ്മഊന, എന്ത് കേട്ടിട്ടില്ല? പൊട്ടന്മാരായി ബദിരന്മാരായി എന്നല്ല, കേൾക്കേണ്ട അള്ളാഹിൻ്റെ ഖുർആൻ കേട്ടിട്ടില്ല. അവിടെ ഖുർആനാണ്, അള്ളാഹിൻ്റെ വാക്കാണ്, ദിക്റാണ്. ലാ യസ്മഊന ബിഹ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ. കണ്ണൊട്ടന്മാരെന്നല്ല പറഞ്ഞത്, കണ്ണൊട്ടന്മാർ മൃഗങ്ങളെക്കാൾ മോശമെന്നല്ല, കാണേണ്ട ഖുർആൻ കണ്ടിട്ടില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അശ്രദ്ധരായിട്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഇന്നിപ്പം പിന്നെ കുറേ ആൾക്കാർ നാട്ടിലായിട്ടും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുങ്ങണ ഒരു ഏർപ്പാട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പട്ടികയൊക്കെ വെക്കണം.
പ്രസൻ്റൊക്കെ നമുക്ക് എടുക്കണം ഇൻഷാ അല്ലാ. ഏതായിരുന്നാലും ഇതൊരു നല്ലൊരു കൂട്ടായ്മ. നമ്മൾ ഈ ചെന്നൈ മഹാനഗരത്തിൽ ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ ഈ ചോട്ടിൽ, ടെറസിൻ്റെ ചോട്ടിൽ നമ്മൾ ഒരുമിച്ചത് എന്തിനാണെന്നറിയോ? ഈ ചെന്നൈ മഹാനഗരത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും മരണത്തിന് ശേഷം കിട്ടാത്തൊരു സൗഭാഗ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആഗ്രഹിച്ചിട്ടാണ്. ആ പ്രാർത്ഥന നമ്മളെ മനസ്സിലുള്ളത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ആലോചിക്കുക. അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇപ്പം നമ്മളിവിടെ എത്തിയത് എന്തോ ഒരു പ്രത്യേകത പഠിച്ചവ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. പഠിച്ചവന് ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ഗുണം നമുക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ മുൻകൂട്ടി നമ്മൾ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സും ഞായറാഴ്ചത്തെ ക്ലാസ്സും അത് പ്രത്യേകം നമ്മൾ ചെയ്യുക. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഈ ബിൽഡിങ് തന്ന വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.